Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അൺബോക്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് iPhone 12 Pro Max ആണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. 128 GB ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ, അപ്പോൾ ഇത് ബ്ലൂ കളറാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫോൺ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്മൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പിൻ വരുന്നുണ്ട്, പിന്നീട് ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, പിന്നീട് കുറച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പേപ്പേഴ്സും ഉണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നീട് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു കേബിളാണ്. ഇതിൻ്റെ അകത്ത് കേബിൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അഡാപ്റ്റർ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ സാധാരണയുള്ള ഐഫോൺ, അതായത് പഴയ ഐഫോണിൻ്റെയൊക്കെ അഡാപ്റ്ററിൽ ഇത് കുത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ അഡാപ്റ്റർ ഇതിന് വേണ്ടിയിട്ട് വാങ്ങണം. അത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അത് ഞാനിപ്പോൾ വാങ്ങിയിട്ടില്ല, അത് വാങ്ങാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കിനിയിപ്പം ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ സൈഡിലത്തെ ഈ ഒരു ബട്ടണിലാണിത് ഓൺ ചെയ്യുന്നത്. ഫോൺ ഓപ്പണായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സെറ്റിങ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇതിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഈ ഫോണിൻ്റെ അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അപ്പം സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിപ്പമുള്ള ഫോൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണിത്. പിന്നീട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5G സപ്പോർട്ടഡ് ഫോൺ കൂടിയാണ്. കാരണം 5G ഇപ്പോൾ ഒരിടത്തും തന്നെ, ഇവിടെ ഇപ്പോൾ UAE പറയുകയാണെങ്കിൽ ഇവിടെ ഒരിടത്തും തന്നെ ഇപ്പോൾ ആയിട്ടില്ല. എങ്കിൽ തന്നെയും 5G ആവുന്ന സമയത്ത് നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കൂടിയാണ് ഇതെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ 4K വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പ്രത്യേകത കൂടി ഇതിന് ഉണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ നോക്കാം. ക്യാമറ വരുന്നത് സാധാരണ 11 പ്രോയ്ക്കൊക്കെ വന്നതുപോലെ തന്നെ 3 ക്യാമറാസാണ് ഇതിന് വരുന്നത്. ഇത് മൂന്നും 12 MB ക്യാമറയാണ് വരുന്നത്, അതായത് 12 മെഗാ പിക്സൽ ക്യാമറാസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയും വരുന്നത് 12 MB തന്നെയാണ്. എല്ലാ ക്യാമറയും 12 മെഗാ പിക്സൽ ആണെന്നുള്ള പ്രത്യേകത കൂടി ഈ ഒരു ഫോണിന് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫോണിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇനിയും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. പുളിയും സ്വാദും.